Hello dear students, welcome to the 15th lecture of the data analysis and the interpretation. In this lecture, we are going to discuss the factor analysis through the SPSS. How to perform the factor analysis with help of the SPSS software. Okay, so that is one of the important element. So for explaining this situation, we are dealing with one objectives and the variables. ഫാക്ടർ അനാലിസിസ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഫാക്ടർ അനാലിസിസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഒബ്ജക്റ്റീവ്സ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫാക്ടർ അനാലിസിസ് ഇവിടെ ചെയ്യണം. ഓക്കെ, സോ വാട്ട് ഇസ് യുവർ ഒബ്ജക്റ്റീവ് ആൻഡ് ഹൗ വി റീച്ച് ദ ഫാക്ടർ അനാലിസിസ്, എങ്ങനെയാണ് ഫാക്ടർ അനാലിസിക്ക് എത്തി അതിൻ്റെ സൊല്യൂഷനിൽ എത്താൻ നമ്മൾ ഡിസ്കസ് ചെയ്യണത്. സോ ദിസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്. ഓക്കെ, ഒരു സ്റ്റഡിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഒബ്ജക്റ്റീവ് ആണ് ടു ഡിറ്റർമൈൻ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസ്യൂമേഴ്സ് ഫോർ അഡോപ്റ്റിംഗ് ദ പേറ്റന്റ് റൈറ്റ്സ്. ഒരു ടോപ്പിക്കാണ്, പേറ്റന്റ് റൈറ്റ്സിനെ കുറിച്ചൊരു ടോപ്പിക്കാണ്. ആ ടോപ്പിക്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഒബ്ജക്റ്റീവാണ് ടു ഡിറ്റർമൈൻ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസ്യൂമേഴ്സ് ഫോർ അഡോപ്റ്റിംഗ് ദ പേറ്റന്റ് റൈറ്റ്സ്. ഏത് ഫാക്ടറാണ്, എന്ത് ഫാക്ടറിലാണ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, പേറ്റന്റ് റൈറ്റ്സ് ഓപ്റ്റ് ചെയ്യുന്ന എന്ത് ഫാക്ടേഴ്സാണ് അവിടെ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇവിടെ ഇതാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഒബ്ജക്റ്റീവ് നമുക്ക് പ്രൂവ് ചെയ്യണം. ഏത് ഫാക്ടറുകളാണ് അവർ ഈ ഡ്രഗ്സ്, പേറ്റന്റ് ഡ്രഗ്സ് യൂസ് ചെയ്യാനായിട്ട് പ്രൊമോട്ട് ചെയ്യണം അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്. അപ്പോൾ ഇത് നമ്മളിത് ചെയ്യേണ്ടത് ഒരു ഒബ്ജക്റ്റീവ് ഫ്രെയിം ചെയ്തേക്കാണ്. നമുക്കറിയാം, നമ്മൾ സാധാരണ ലിറ്ററേച്ചർ റിവ്യൂസിങ് വായിച്ചിട്ടുണ്ടായിരിക്കും. സോ നോർമലി ഈ ലിറ്ററേച്ചർ റിവ്യൂസ് വായിച്ചിട്ട് നമ്മൾ കുറച്ച് ഡയമെൻഷനിലൊക്കെ എത്തിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതിൽ നിന്നുകൊണ്ടാണ് നമുക്ക് വേരിയബിൾസ് ഫ്രെയിം ചെയ്യേണ്ടി വരാം. ഓക്കെ, ലിസൺ, ദ 4 ഫാക്ടേഴ്സ് ആർ ഐഡൻറ്റിഫൈ ത്രൂ ദ ലിറ്ററേച്ചർ നമ്മൾ വായിക്കുന്നു. റിസർച്ച് ചെയ്യുന്ന വ്യക്തി ഒരുപാട് ലിറ്ററേച്ചേഴ്സ് വായിച്ചിട്ട് 4 ഫാക്ടർ അതിൽ ലൊക്കേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. സോ ഇതിലത്തെ ഏത് ഫാക്ടറാണ് ഏറ്റവും സിഗ്നിഫിക്കൻറ്റ് ഫാക്ടർ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. So അതിൻ്റെ ബേസ് കൊണ്ട് 4 factors are identified through the literature and the 15 variables are framed on the base of cost, consumer needs, that convenience and communication from others. ഇതിനെ വെച്ച് ഈ വാരിയബിൾസ് വെച്ചുകൊണ്ട് ഈ ഫാക്ടേഴ്സ് വെച്ചുകൊണ്ട് 15 വാരിയബിൾസ് ഫ്രെയിം ചെയ്തേക്കാണ്. അതിൻ്റെ ബേസിൽ ഏതാണ് സ്റ്റഡീനെ ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എഫക്റ്റ് ചെയ്യണത്, ഏത് ഫാക്ടറാണ് കൺസ്യൂമേഴ്സിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, ദാറ്റ് ഇസ് എ ലോജിക്. സോ ഫാക്ടർ അനാലിസിസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ഒരു ടോപ്പിക്കിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സിനെ വെച്ചുകൊണ്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് ടു ഡിറ്റർമൈൻ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസ്യൂമേഴ്സ് ഫോർ അഡോപ്റ്റിംഗ് ദ പേറ്റന്റ് റൈറ്റ്സ്. എന്ത് ഫാക്ടറാണ് കൺസ്യൂമർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, പേറ്റന്റ് റൈറ്റ്സ് അഡോപ്റ്റ് ചെയ്യാനായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ലിറ്ററേച്ചർ റിവ്യൂസ് കണ്ടക്ട് ചെയ്തു. ലിറ്ററേച്ചർ റിവ്യൂസ് കണ്ടക്ട് ചെയ്ത് വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി 4 ഫാക്ടേഴ്സാണ് ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൂടുതൽ വരാനുള്ള പോസിബിലിറ്റീസ് ഉള്ളത്. അപ്പോൾ ആ 4 ഫാക്ടേഴ്സ് വെച്ചുകൊണ്ടുള്ള 15 വേരിയബിൾസ് റിസർച്ച് ഫ്രെയിം ചെയ്തത്. 15 വേരിയബിൾസ് ആർ ഫ്രെയിംഡ് ബേസ്ഡ് ഓൺ ദ കോസ്റ്റ്, കൺസ്യൂമർ നീഡ്സ്, കൺവീനിയൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫ്രം ദ അതേഴ്സ്. അപ്പോൾ ഈ 15 വേരിയബിൾസ് ഈ ഫാക്ടേഴ്സ് വെച്ചുകൊണ്ട് ഇവിടെ നമ്മൾ ഫ്രെയിം ചെയ്തേക്കാണ്. ദെൻ ഇതിന് ഈ 15 വേരിയബിൾസിനെ ബേസ് ചെയ്തിട്ട് ഏതാണ് ഇതിൽ ഏറ്റവും സിഗ്നിഫിക്കൻറ്റ് ഫാക്ടർ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ടു ഐഡൻറ്റിഫൈ ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫാക്ടർ. ഈ സിറ്റുവേഷൻ ഫാക്ടർ അനാലിസിന് റെലവൻസ് നമുക്ക് വരണത്. കാരണം 15 വേരിയബിൾസിനെ വെച്ചുകൊണ്ട് നമ്മൾ ഫാക്ടേഴ്സിനെ ഫ്രെയിം ചെയ്തു. ഇനി ഇതിൽ നിന്ന് ഏത് ഫാക്ടറാണ് നിങ്ങളുടെ സ്റ്റഡീനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറായിട്ട് മാറുന്നത്. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഓഫ് ദ ഫാക്ടർ അനാലിസിസ്. ദാറ്റ് മീൻസ് ഐഡൻറ്റിഫൈ സിഗ്നിഫിക്കൻറ്റ് ഫാക്ടേഴ്സ്. ഒരുപാട് 15ഓളം വേരിയബിൾസിനെ ഒരു കോമൺ ഡയമെൻഷനിലേക്ക് കൊണ്ടുവരണം. നമ്മൾ പറഞ്ഞ ഫാക്ടർ അനാലിസിസ് ഒരുപാട് വേരിയബിൾസിനെ ഒരു കോമൺ ഫ്യൂവർ ഡയമെൻഷനിലേക്ക് കൊണ്ടുവരുന്ന പ്രോസസ്സാണ് ഫാക്ടർ അനാലിസിസ്. 15 വേരിയബിളിനെ നമ്മൾ ഫ്യൂവർ ഡയമെൻഷനിലേക്ക് കൊണ്ടുപോകാൻ എങ്ങനെയാണ് ഫാക്ടർ അനാലിസിസോടെ നമുക്ക് പോസിബിൾ ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. സോ ദർ ഇസ് എ ബേസിക് കോൺസെപ്റ്റ്, ദർ ഇസ് വൺ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ആഫ്റ്റർ ദ ലിറ്ററേച്ചേഴ്സ് വി ജസ്റ്റ് ഫ്രെയിംഡ് ദ ലോട്ട് ഓഫ് ദ ഫാക്ടേഴ്സ് ആൻഡ് ദ വേരിയബിൾസ് ആർ ഫ്രെയിംഡ് ഓൺ ദ ബേസ്ഡ് ഓഫ് ദീസ് ഫാക്ടേഴ്സ്. ദർ ഇസ് 15 വേരിയബിൾസ് ഫ്രെയിംഡ് ബേസ്ഡ് ഓൺ ദീസ് ഫാക്ടേഴ്സ്. ദെൻ ഐഡൻറ്റിഫൈ ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫാക്ടർ, അല്ലെങ്കിൽ ഏറ്റവും സിഗ്നിഫിക്കൻറ്റ് ഫാക്ടർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ കൺസെപ്റ്റ് ഓഫ് ദ ഫാക്ടർ. ഇങ്ങനെയാണ് ഫാക്ടർ അനാലിസിസ് നമ്മൾ പോകുന്നത്. Okay, let's see how this factor analysis is performed with help of the SPSS. This is the SPSS sheet for performing the factor analysis. Okay, we already discussed the factor analysis and the objectives and the way എങ്ങനെയാണ് നമ്മൾ വേരിയബിൾസ് ലൊക്കേറ്റ് ചെയ്യുന്നത്, 4 ഫാക്ടർ ഡയമെൻഷനിൽ കൊണ്ടുവരുന്നത്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി എങ്ങനെയാണ് ഫാക്ടർ അനാലിസിസ് ഇവിടെ പെർഫോം ചെയ്യേണ്ടത്. നമ്മൾ 15 വേരിയബിൾസാണ് ഇവിടെ നമ്മൾ ഫ്രെയിം ചെയ്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞ നേരത്തെ 15 വേരിയബിൾസ് വെച്ചുകൊണ്ടാണ് നമ്മളിവിടുത്തെ
ഫ്രെയിമിംഗ് നടത്തിയിട്ടുള്ളത്. ആ 15 വേരിയബിൾ നമ്മൾ ആ 4 ഫാക്ടറായിട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത്, 4 ഫാക്ടറുകളെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നത് സെലക്ട് ചെയ്തു. ഇനി നമ്മൾ ആ 15 വേരിയബിൾസ് വെച്ചുകൊണ്ടാണ് ഫാക്ടർ അനാലിസിസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം ഏത് ഫാക്ടറാണ് ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കൻ്റ് അവിടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ദിസ് ഇസ് SPS ഷീറ്റ്. നമ്മുടെ SPS ഷീറ്റാണ്. നമ്മൾ ആ വേരിയബിൾസ് ഒക്കെ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ജസ്റ്റ് ക്ലിക്ക് ദ അനാലിസിസ്. And here there is option is a dimension reduction. There is option is a dimension reduction, and there is a factor. So just clicking the factor and just resetting. Okay, I'm just selecting, ready to select the factors. നമ്മൾ ആ ഫാക്ടേഴ്സ് ഒക്കെ എടുത്തിടാനായിട്ട് പോവാണ്. So the first factor, the cost, then our second variable, then third variable, fourth variable, fifth one, then sixth one, 7th, then 8th, 9th, 10th, 11th, 12th, 13th, 14th, and this last variable is 15th. ഈ 15 വേരിയബിൾസ് നമ്മൾ സെലക്ട് ചെയ്തു. കാരണം ഈ 15 വേരിയബിൾസ് വെച്ചുകൊണ്ടാണ് നമ്മൾ 4 ഫാക്ടേഴ്സിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി ഈ 15 വേരിയബിളിനെ നമുക്ക് ഈ ഡയമെൻഷനിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ റിസൾട്ട് അവിടെ ഇക്വേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഫാക്ടർ അനാലിസിസ് പെർഫോം ചെയ്യണത്. കാരണം നമുക്കറിയാം ഏത് ഫാക്ടറാണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യണത്. ഓക്കെ, സോ നമ്മൾ ഫാക്ടർ അനാലിസിസ് പെർഫോം ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഈസ് ഡിസ്ക്രിറ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പെർഫോം ചെയ്യുക. സോ ഡിസ്ക്രിറ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ കൊടുക്കും യൂണിവാരിയേറ്റ് ഡിസ്ക്രിറ്റീവ്സ് ക്ലിക്ക് ചെയ്യും. ആൻഡ് ഇവിടെ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ലെവൽ കൊടുക്കും, ഡിറ്റർമിനൻ്റ് ക്ലിക്ക് ചെയ്യും, ദെൻ KMO ബാർട്ട്ലെറ്റ് ടെസ്റ്റ്. ഈ 5 എലമെൻ്റാണ് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് descriptive point of that is univariate descriptive, initial solution, significant level, determinant, and the KMO and the Bartlett test scarcity. Select ചെയ്തു, continue ചെയ്യുന്നു. Then next is extraction. Extraction നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞു there is lot of the method for the factor analysis. ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് ഫാക്ടർ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ നോക്കിയതിനെ കാണാൻ സാധിക്കും അൺവെയ്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള തിയറിറ്റിക്കൽ എലമെൻറ്റിൽ പറഞ്ഞ അൺവെയ്റ്റഡ് മെത്തേഡ്, പ്രിൻസിപ്പിൾ ആക്സിസ് ഫാക്ടറിംഗ് മെത്തേഡ്, ആൽഫ മെത്തേഡ്, ഇമേജ് ഫാക്ടറിംഗ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ നമ്മളുടെ കോമൺലി യൂസ് ചെയ്യുക പ്രിൻസിപ്പൽ കോമ്പൗണ്ട് അനാലിസിസ് ആണ്. അധികം നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരാം. പ്രിൻസിപ്പൽ കോമ്പൗണ്ട് അനാലിസിസ് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കണ്ടിന്യൂ ചെയ്യുക. ദെൻ ആഫ്റ്റർ ദ റൊട്ടേഷനിൽ നമ്മൾ വരുമ്പോൾ ശ്രദ്ധിക്കുക വെരി മാക്സ് സെലക്ട് ചെയ്യുക. വെരി മാക്സ് എന്ന് പറഞ്ഞ റൊട്ടേഷനാണ് നമ്മളെപ്പോഴും കൂടുതൽ സെലക്ട് ചെയ്യുക. വെരി മാക്സ് സെലക്ട് ചെയ്യുക, ദെൻ കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഇത് ഫാക്ടർ അനാലിസിൻ്റെ പോയിന്റ് ആദ്യം ഇതിൻ്റെ സെലക്ഷനിലേക്ക് വന്നു. ദെൻ ഫാക്ടർ അനാലിസിസ് ഡിസ്ക്രിപ്റ്റീവ്സ്, എക്സ്ട്രാക്ഷൻസ്, റൊട്ടേഷൻസ് ക്ലിക്ക് ചെയ്തു. ദെൻ ഫൈനലി ക്ലിക്ക് ദ ഓക്കെ ബട്ടൺ. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ദ ഫസ്റ്റ് ഡിസ്ക്രിപ്റ്റീവ്സ്. നിങ്ങൾ 15 വേരിയബിളിൻ്റെ ഡിസ്ക്രിപ്റ്റീവ്സിൽ വന്നിട്ടുണ്ടായിരിക്കും. ദ ഫസ്റ്റ് വേരിയബിൾ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്ത്, എയ്ത്ത്, നയൻത്ത്, 10th, 11th, 12th, 13th, 14th, 15th. There is a 15 വേരിയബിൾ. ഓരോ വേരിയബിളിൻ്റെയും മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 450 റെസ്പോണ്ടൻസ് ഉണ്ട്. സാമ്പിൾ സൈസ് ഇസ് 450, 450 റെസ്പോണ്ടൻസ് ഉണ്ട്. ആൻഡ് ദിസ് ഇസ് ദ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഈച്ച് വേരിയബിൾ. ഫസ്റ്റ് കോസ്റ്റ് ആൻഡ് ഇറ്റ്സ് റീസണബിൾ പ്രൈസ്. ലോട്ട് ഓഫ് ദ വേരിയബിൾസ്, 15 വേരിയബിൾസിന് ഡീറ്റെയിൽ ഇത് പറയുന്നില്ല. നമ്മൾ വേരിയബിൾസ് നേരത്തെ പറഞ്ഞു 15 വേരിയബിൾസ് ഉണ്ട്. ആ 15 വേരിയബിളിൻ്റെയും മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ദാറ്റ്സ് ദ ഫസ്റ്റ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിക്സ് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാനായിട്ട് ഇവിടെ കഴിയും. ദെൻ അനദർ വൺ ഇസ് കോറിലേഷൻ മാട്രിക്സ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എലമെൻ്റ് ആണ് ഈ 15 വേരിയബിൾ തമ്മിലുള്ള കോറിലേഷൻ. സിഗ്നിഫിക്കൻ്റ് അല്ലേ? നമ്മളെപ്പോഴും പറയാറുണ്ട് നോൺ കൊളീനിയാരിറ്റി എന്ന കൺസെപ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ കോറിലേഷൻസ് ഉണ്ടായിരിക്കണം. വേരിയബിൾ തമ്മിൽ കോറിലേഷൻസ് ഉണ്ടായിരിക്കണം. ആ കോറിലേഷൻ അവിടെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഈ ഡിറ്റർമിനൻ്റ് 0.001 മുകളിലാണ്. 0.0001 മുകളിലാണെങ്കിൽ നിങ്ങളുടെ കോറിലേഷൻ മാട്രിക്സ് ഓക്കെയാണ്. നിങ്ങളുടെ കോറിലേഷൻ മാട്രിക്സ് ഇവിടെ ഓക്കെ. ഇനി 15 വേരിയബിൾ തമ്മിലുള്ള മ്യൂച്വൽ ആയിട്ട് വരുന്ന കോറിലേഷൻ അവിടെ കാണാനായിട്ട് സാധിക്കും. ദിസ് എ മ്യൂച്വൽ കോറിലേഷൻ. ഈ മ്യൂച്വൽ കോറിലേഷൻ മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കോറിലേഷൻ 15 വേരിയബിൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ ജസ്റ്റ് ചെക്ക് ദിസ് ഡിറ്റർമിനൻ്റ്. ഈ ഡിറ്റർമിനൻ്റ് 0.001 മുകളിലാണെങ്കിൽ ദറ്റ് മീൻസ് നിങ്ങളുടെ ഈ വാരിയബിൾസ് ഒക്കെ അങ്ങോട്ട് കോറിലേഷൻസ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതുണ്ട് ഇവിടെ. നമുക്ക് 0.002 ആണ് വരുന്നത്. അപ്പോൾ കോറിലേഷൻസ് അത്യാവശ്യം ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ബാർട്ട്ലെറ്റ് ടെസ്റ്റ് ആണ് നിങ്ങളുടെ സ്പിയർസിറ്റി ചെക്ക് ചെയ്യുന്നത്. ഈ വാരിയബിൾസ് എല്ലാം ഫാക്ടർ അനാലിസിന് സ്യൂട്ടബിൾ അല്ലേ നമുക്ക് ഉറപ്പാക്കണം. അതിനുവേണ്ടി നമ്മൾ ചെക്ക് ചെയ്യുന്നത് KMO ആണ്. KMO 0.7 മുകളിലാണെങ്കിൽ നിങ്ങളുടെ വാരിയബിൾസ് ഫാക്ടർ അനാലിസിന് സ്യൂട്ടബിൾ ആണ്. KMOയുടെ വാല്യൂസ് 0.761 ഉണ്ട്. അതിൻ്റെ അർത്ഥം നോർമലി ഫാക്ടർ അനാലിസിന് സ്യൂട്ടബിൾ ആണ്. ഒരു 0.7 എബോവിലേക്ക് നിൽക്കണം. സോ ഇവിടെ KMO വാല്യൂ ദാറ്റ് മീൻ കെയ്സർ, മേയർ,
ആൾക്കിൻ മെഷർ ഓഫ് ദ സാമ്പിളിംഗ് ആഡിക്വസി. അത്യാവശ്യം റീസണബിൾ സാമ്പിൾസ് വന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് ഇതിന് സ്യൂട്ടബിൾ ആണ്, മീൻസ് ഫാക്ടർ അനാലിസിന് സ്യൂട്ടബിൾ ആണ് നമുക്കിവിടെ സ്പെസിഫൈ ചെയ്ത് കണ്ടെത്താനായിട്ട് സാധിക്കും. ദെൻ അത് മാത്രമല്ല നിങ്ങളുടെ സിഗ്നിഫിക്കൻസ്, ഇത് സിഗ്നിഫിക്കൻ്റ് ആണ്, 0.05 താഴെയായിരിക്കണം സിഗ്നിഫിക്കൻസ്. ഇത് 0.05 താഴെയാണ്. അപ്പോൾ 0.00 നമ്മൾ നേരത്തെ പറഞ്ഞു 0.00 ആണ്, 0.05 താഴെയാണ്. 0.05 താഴെയാണെങ്കിൽ ദാറ്റ് മീൻസ് നമ്മളെ സംബന്ധിച്ച് എന്താണ്, ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കലി സ്യൂട്ടബിൾ ആണ്, ഫാക്ടർ അനാലിസിൻ്റെ ഇത് സ്യൂട്ടബിൾ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ബിക്കോസ് KMO is always satisfying and this result is significant. Okay, so that means the variables are it's suitable for the factor analysis. Then communalities ആണ്. ഈ 15 ഫാക്ടറിൻ്റെ കമ്മ്യൂണാലിറ്റീസും കാണാൻ സാധിക്കും. കമ്മ്യൂണിറ്റി ഒരു 0.5 മീൻസ് ഒരു 0.4 മുകളിലായിട്ട് എപ്പോൾ നിൽക്കുകയാണെങ്കിൽ ഓക്കെയാണ്. നോക്കി ഓൾമോസ്റ്റ് എല്ലാ വാരിയബിളും അല്ല 1 ആണ് മാക്സിമം വാല്യൂ വരെ, ഒരു 0.4 മുകളിലേക്ക് വന്ന് കിടക്കുന്നത് കാണാൻ സാധിക്കും. ഓൾമോസ്റ്റ് ഓൾ വാരിയബിൾസ് ഒക്കെ ഒരുവിധമൊക്കെയും വാരിയബിൾസ് 0.4 മുകളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രിൻസിപ്പൽ കോമ്പൗണ്ട് അനാലിസിൽ നമ്മുടെ കമ്മ്യൂണാലിറ്റീസ് ചെക്ക് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് എക്സ്ട്രാക്ഷൻസ് ഒക്കെ സാറ്റിസ്ഫൈഡ് ആണ്, നമുക്ക് എക്സ്ട്രാക്ഷൻസ് മുഴുവൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദെൻ ഇനി ഇതാണ് നിങ്ങളുടെ വേരിയൻസ്. നമ്മൾ നേരത്തെ ഈഗൺ വാല്യൂസ് ആണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ്. നമ്മൾ നേരത്തെ ഫാക്ടർ അനാലിസിസ് ചെയ്യുമ്പോൾ ഈഗൺ വാല്യൂസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഈഗൺ വാല്യൂസ് 1 വരെയുള്ള വാല്യൂസ് മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ, 1 താഴെ കൺസിഡർ ചെയ്യാനായിട്ട് പാടില്ല. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും ഫസ്റ്റ് 4 എത്ര ഫാക്ടർ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്, 1 2 3 4 കറക്റ്റാണ്. 4 ഫാക്ടർ കറക്റ്റ് സ്യൂട്ടബിൾ ആവുന്നുണ്ട്. നമ്മുടെ റിസൾട്ട് അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്, 4 ഫാക്ടറിൽ ഉണ്ടായിരിക്കണം. ആ 4 ഫാക്ടറിലായിട്ട് നല്ല ഡയമെൻഷൻ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ശരിക്കും ഇവിടെ ലോഡ് ചെയ്യുമ്പോഴും അവർ കാണിക്കുന്നത് 4 ഫാക്ടറുകളാണ് ഇവിടെ സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. ഫസ്റ്റ് ഫാക്ടർ 4.435, സെക്കൻഡ് ഫാക്ടർ 2.416, തേർഡ് ഫാക്ടർ 1.407, ദെൻ ഫോർത്ത് ഫാക്ടർ 1.111. അപ്പോൾ 4 ഫാക്ടറുകളാണ് നമുക്ക് ഇവിടെ സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. ഓൾമോസ്റ്റ് 62.46% ഇവിടെ റിസൾട്ട് ആവുന്നുണ്ട്. ഒരു 60-65% റിസൾട്ട് നമുക്കിവിടെ ഈ വാരിയബിൾ സ്വാധീനിക്കുന്നുണ്ട്. ഈ 4 വാരിയബിൾ, അതായത് നമ്മൾ കോസ്റ്റ്, കമ്മ്യൂണിക്കേഷൻ, കൺവീനിയൻസ്, ഈ ദെൻ കമ്മ്യൂണിക്കേഷൻ ഫ്രം അതേഴ്സ്, ഈ 4 വാരിയബിൾ ഒരു 65% റിസൾട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ 4 വാരിയബിൾ തന്നെയാണ് ഇവിടെ എക്സ്ട്രാക്ഷൻ പോയിന്റ് ഈഗൺ വാല്യൂസിൽ വന്നിട്ടുള്ളത്. ഈഗൺ വാല്യൂസ് 1 വരെയുള്ളത് കൺസിഡർ ചെയ്യുള്ളൂ, 1 താഴെ എടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ 1 മുകളിൽ എത്ര വാരിയബിൾസ് ഉണ്ടായിരിക്കുമോ, എത്ര ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും, അത്രയും ഫാക്ടർ നമ്മുടെ സ്റ്റഡീനെ സ്വാധീനിക്കേണ്ടത്. ഇവിടെ 1 മുകളിൽ 4 ഫാക്ടേഴ്സ് കാണാൻ സാധിക്കും. ഈ 4 ഫാക്ടർ നമ്മുടെ സ്റ്റഡീനെ സ്വാധീനിക്കുന്നുണ്ട്, നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഇവിടെ സാധിക്കും. സോ അതിൻ്റെ വേരിയൻസും ക്യുമുലേറ്റീവ് പെർസെൻറ്റേജും ദെൻ റൊട്ടേഷൻ പെർസെൻറ്റേജൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഒരു 62% വേരിയബിൾസ് സ്റ്റഡീനെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനിവിടെ സാധിക്കാം. ഓക്കെ, ദെൻ കോമ്പൗണ്ട് മാട്രിക്സ് ഉണ്ട്. കോമ്പൗണ്ട് മാട്രിക്സ് നമ്മൾ റൊട്ടേറ്റഡ് മാട്രിക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തത്. റൊട്ടേറ്റഡ് മാട്രിക്സ് ഉണ്ട് ഇവിടെ. ഈ റൊട്ടേറ്റഡ് മാട്രിക്സ് ആണ് നിങ്ങളുടെ റിസൾട്ട് ഇൻ്റർപ്രിറ്റേഷൻ നടത്തുക. ഇത് വെച്ചുകൊണ്ട് ഇവിടെ ഈ 15 വാരിയബിളിൽ വന്നിട്ടുള്ള ഈ റൊട്ടേഷൻ ആണ് നിങ്ങളുടെ റിസൾട്ടിനെ സ്വാധീനിക്കുക. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമ്മൾ റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് പോവുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ 15 വാരിയബിൾസും അതിൻ്റെ കറസ്പോണ്ടിങ് ഡിഗ്രീസും, അത് എക്സ്ട്രാക്ഷൻ റൊട്ടേറ്റഡ് മെട്രിക്സ് പ്രകാരമുള്ള വാല്യൂസും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 4 ഫാക്ടറുകളാണ്. ഈ 4 ഫാക്ടറിൽ ഏതാണ് ഏറ്റവും സിഗ്നിഫിക്കൻറ്റ് ഫാക്ടർ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഇവിടെ നമുക്ക് സാധിക്കും. അതും ആ റൊട്ടേറ്റഡ് മെട്രിക്സും അതുപോലെ തന്നെ ഈ ടോട്ടൽ വേരിയൻസ് എക്സ്പ്ലെയിൻഡ് ആണ് ഇതിന് വേണ്ടി കൺസിഡർ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് കോളത്തിൻ്റെ വേരിയൻസ് 4 ആണ്, സെക്കൻഡ് കോളത്തിൻ്റെ വേരിയൻസ് വരുന്നത് 2 ആണ്, ദെൻ തേർഡ് കോളത്തിൻ്റെ 1.47 ആണ്, ദെൻ ഫോർത്തിൻ്റെ 1.1 ആണ്. സോ 4 2 1 1, ദാറ്റ് മീൻസ് ദ ഫസ്റ്റ് കോളം 4, ദിസ് 4 2 1 1. ഈ 4 ഫാക്ടറിനെ കറസ്പോണ്ട് ചെയ്യുന്ന ഈഗൺ വാല്യൂസ് ആണ്. ഈ 4 കോളത്തിനെ കറസ്പോണ്ട് ചെയ്യുന്ന ഈഗൺ വാല്യൂസ് ആണ് ഇതിൻ്റെ മുകളിൽ കിടക്കുന്നുണ്ടായിരിക്കുക. ഈ 4 കോളത്തിനെ കറസ്പോണ്ട് ചെയ്യുന്ന ഈഗൺ വാല്യൂസ്, ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന പെർസെൻറ്റേജ് ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. ഇനി അതിന് ശേഷമാണ് നമ്മൾ റിസൾട്ട് ഇൻ്റർപ്രിറ്റേഷനിലേക്ക് പോകണത്. ഓക്കെ, സോ വൺസ് അഗെയിൻ ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യണം. എന്ത് ഫാക്ടർ അനാലിസിസ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഫാക്ടർ അനാലിസിസ് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ദാറ്റ് മീൻസ് അനാലിസിസ് പോയിന്റ് ഓഫ് വ്യൂ, ദർ ഈസ് എ ഡയമെൻഷൻ ആൻഡ് ദർ ഈസ് എ ഫാക്ടർ. നമ്മൾ ഫാക്ടേഴ്സ് സെലക്ട് ചെയ്യുന്നു, ദെൻ ഫാക്ടേഴ്സ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഫാക്ടേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ ബോക്സ് വരും. ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ള വേരിയബിൾസ് നമ്മൾ എവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? വേരിയബിൾ ബോക്സിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് 15 വേരിയബിൾ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ ഡിസ്ക്രിറ്റീവ്സ് ചെയ്യുന്നു. നമ്മൾ ആവശ്യമുള്ള എലമെൻറ്റ്സ് യൂണിവേരിയറ്റ്, ഇനീഷ്യൽ വേരിയേഷൻ, സിഗ്നിഫിക്കൻറ്റ്, ഡിറ്റർമിനൻസ് ആൻഡ് ഇവരുടെ KMO ഇതൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്നു. ദെൻ അതിനുശേഷം എക്സ്ട്രാക്ഷൻസ് ക്ലിക്ക് ചെയ്യുന്നു.
പ്രിൻസിപ്പൽ കോമ്പൗണ്ട് ആണ് സെലക്ട് ചെയ്യുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു. ദെൻ റൊട്ടേഷനിൽ പോകുന്നു. നമ്മളിവിടെ ചെയ്യണത് വെരിമാക്സ് ക്ലിക്ക് ചെയ്യുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാണ് ചെയ്യണത്. ഓക്കെ ബട്ടൺ നമ്മളിവിടെ ക്ലിക്ക് ചെയ്തു. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വന്നിട്ടുള്ള റിസൾട്ടുകളാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് വരെ ഡിസ്ക്രിപ്റ്റീവ്സ് ആണ്. ഡിസ്ക്രിപ്റ്റീവ്സ് വരുന്ന ഓരോ വേരിയബിളിൻ്റെയും മീനും സ്റ്റാൻഡ് ഡീവിയേഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട അതിൻ്റെ കോറിലേഷൻസ് ആണ്. ഈ 15 വേരിയബിളിൻ്റെ കോറിലേഷൻ മാട്രിക്സ് കാണാൻ സാധിക്കും. ഇത് 0.001 മുകളിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിറ്റർമിൻ്റ് ആയി മുകളിൽ വന്ന നിങ്ങളുടെ റിസൾട്ട് ഇവിടെ ഓൾമോസ്റ്റ് ഓക്കെയാണ്. കോറിലേഷൻ ഓൾമോസ്റ്റ് കറക്റ്റാണ്. ഇനി അടുത്ത ഈ വാരിയബിൾസ് ഫാക്ടർ അനാലിസിസ് സ്യൂട്ടബിൾ അല്ലെങ്കിൽ ചെക്ക് ചെയ്യണം. അത് നമ്മൾ ചെയ്യേണ്ടത് കേമോ ചെയ്യണം. കേമോൻ്റെ വാല്യൂസ് 0.7 മുകളിലായിരിക്കും. ഇവിടെ 0.761 ഉണ്ട്. അപ്പോൾ സ്യൂട്ടബിൾ ആണ്. അത് മാത്രമല്ല സിഗ്നിഫിക്കൻ്റ് ആവണം. 0.05 താഴെയായിട്ട് വരണം ഇതിൻ്റെ ലെവൽ. ഇവിടെ 0.00 0.05 താഴെയാണ്. അപ്പോൾ നമ്മുടെ വാരിയബിൾ ഫാക്ടർ അനാലിസിസ് സ്യൂട്ടബിൾ ആണ്. ദെൻ എക്സ്ട്രാക്ഷൻസ് ചെക്ക് ചെയ്യണം. എക്സ്ട്രാക്ഷൻസ് ഓൾമോസ്റ്റ് ഒരു 0.3 എബോ ഉണ്ടെങ്കിൽ 0.4 എബോ ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് അത് സാറ്റിസ്ഫൈ ചെയ്യും. അതിനുശേഷമാണ് എത്ര വാരിയബിൾ ആണ് നിങ്ങളുടെ സ്റ്റഡി ഇൻഫ്ലുവൻസ് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെയാണ് നമുക്ക് ഈഗൻ വാല്യൂസിന് ഇമ്പോർട്ടൻസ് വരുന്നത്. ദെൻ ഈഗൻ വാല്യൂസ് അല്ലെങ്കിൽ ഈഗൻ വാല്യൂസ് എന്ന് പറയുന്ന എലമെൻറ്റ് ഇവിടെ 1 വരെയുള്ള വാരിയബിൾസ് കൺസിഡർ ചെയ്ത് അതുവരെ എത്ര ഫാക്ടർ ഉണ്ടെന്ന് നോക്കുക. ഇവിടെ 1 2 3 4 ഫാക്ടറാണ് വരുന്നത്. കറക്റ്റാണ്. നമ്മൾ 4 ഫാക്ടർ ലൊക്കേറ്റ് ചെയ്ത് 4 ഫാക്ടർ ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. ഒന്നിന് അതിന് താഴെ കൺസിഡർ ചെയ്യാനായിട്ട് പാടില്ല. ദെൻ ഓൾമോസ്റ്റ് 62% ഇവിടെ കവർ ചെയ്ത് പോകുന്നുണ്ട്. വാരിയബിൾ നമ്മുടെ സ്വാധീനിച്ച് പോകുന്നുണ്ട്. ദെൻ അതിനുശേഷം അതിൻ്റെ റൊട്ടേറ്റഡ് മാട്രിക്സ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ റൊട്ടേറ്റഡ് മാട്രിക്സ്. ഈ 4 വാരിയബിളിൻ്റെ റൊട്ടേറ്റഡ് മാട്രിക്സ് ആണ് നമ്മുടെ സ്പെസിഫൈ. ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ റിസൾട്ട് ഇൻ്റർപ്രിട്ടേഷനിലേക്ക് പോകുന്നത്. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് ഹൗ ടു ഇൻ്റർപ്രറ്റ് ദ റിസൾട്ട് വിത്ത് ഹെൽപ്പ് ഓഫ് ദ SPSS റിസൾട്ട്. ഇനി ഈ റിസൾട്ട് വെച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഫാക്ടർ അനാലിസിസ് കംപ്ലീറ്റ് ചെയ്യണത്. ഓക്കെ, ലെറ്റ്സ് സീ ദിസ് റിസൾട്ട് ഓഫ് ദ ഫൈനൽ SPSS ഔട്ട്പുട്ട്. ഓക്കെ, ദിസ് ഈസ് ദ ഫൈനൽ റൊട്ടേറ്റഡ് കോമ്പൗണ്ട് മാട്രിക്സ്. നമ്മൾ SPSSൽ ചെയ്ത കോമ്പൗണ്ട് മാട്രിക്സ് നമ്മൾ വീണ്ടും ഇവിടേക്ക് കൊണ്ടുവരാണ്. ഓരോ വാരിയബിൾസ് 15 വേരിയബിൾ, വേരിയബിൾ 1, വേരിയബിൾ 2, വേരിയബിൾ 3, വേരിയബിൾ 4 അപ് ടു വേരിയബിൾ 5. ദെൻ ആ വേരിയബിൾസ് ഏതൊക്കെയാണ് ഇവിടെ സ്പെസിഫൈ സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതിയിട്ട് ഏതൊക്കെയാണ് അതിൻ്റെ കറസ്പോണ്ടിങ് വേരിയബിൾസ്. ഇത് നമുക്ക് 4 ഫാക്ടേഴ്സാണ് വന്നത്. ഫാക്ടർ 1, ഫാക്ടർ 2, ഫാക്ടർ 3, ഫാക്ടർ 4. തന്നെ എൻ്റെ കമ്മ്യൂണാലിറ്റീസ് നമ്മൾ പറഞ്ഞ എല്ലാവരും 0.5 മുകളിലുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ സ്പെസിഫൈ ചെയ്ത് എഴുതുന്നു. ഫാക്ടർ 1, ഫാക്ടർ 2, ഫാക്ടർ 3 ആൻഡ് ഫാക്ടർ 4 ആൻഡ് ദിസ് കമ്മ്യൂണാലിറ്റീസ് അതിൻ്റെ എഴുതുന്നു. ഞാൻ പറഞ്ഞു ഈഗൺ വാല്യൂസ് ആദ്യത്തെ കോളത്തിൻ്റെ ഈഗൺ വാല്യൂ 4.4 ആയിരുന്നു. ദെൻ സെക്കൻഡ് കോളത്തിൻ്റെ 2.416 ആയിരുന്നു. തേർഡ് കോളത്തിൻ്റെ 1.4 ആയിരുന്നു. ദെൻ അതിൻ്റെ ഫോർത്തിൻ്റെ 1.1 ആയിരുന്നു. അതിൻ്റെ പെർസെൻറ്റേജ് നമ്മൾ പറഞ്ഞു 62% ഉണ്ട്. ആദ്യത്തിൻ്റെ 29%, പിന്നത്തെ 16%, പിന്നെ 9 and 7. അപ്പോൾ ഈ ഒരു റെപ്രസെൻറ്റേഷനാണ് നമ്മൾ ഫൈനലായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻ നമുക്ക് ആവശ്യമായിട്ട്. റൊട്ടേഷൻ മെട്രിക്സിനെ നമ്മൾ ഈ രീതിയിലേക്ക് മാറ്റുകയാണ്. വേരിയബിൾസ്, ദെൻ എത്ര വേരിയബിൾ 15 വേരിയബിൾസ്, അത് റിലേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്, ഫസ്റ്റ് ഫാക്ടർ, സെക്കൻഡ് ഫാക്ടർ, തേർഡ് ഫാക്ടർ ആൻഡ് ഫോർത്ത് ഫാക്ടർ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഓരോ ഫാക്ടറും മീൻസ് ഓരോ വേരിയബിളും ഹയസ്റ്റ് വരുന്ന വിത്തൗട്ട് നെഗറ്റീവ് വാല്യൂ രണ്ട് ഹയസ്റ്റ് വാല്യൂസ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് റോ 0.6 ആണ് ഇവിടുത്തെ ഹയസ്റ്റ്, അപ്പോൾ അത് ബോൾഡ് ആക്കുന്നു. ദെൻ സെക്കൻഡ് 0.87 ആണ് ഇവിടുത്തെ ഹയസ്റ്റ് വാല്യൂ റോയിലത്തെ. ദെൻ തേർഡിൻ്റെ 0.7 ആണ്. ദെൻ ഫോർത്തിൻ്റെ ഈ റോയിൽ ഹയസ്റ്റ് 0.6 ആണ്. പിന്നെ ഇതിൽ 0.94 ആണ്. പിന്നത്തേൽ 0.5 ആണ്. പിന്നെ 0.4 ആണ്. 0.8, 0.85, ദെൻ 0.7, 0.89, 0.563, then 0.793 and minus negative consider ചെയ്യണം. -0.72 ആണ് ഇവിടെ ഹയസ്റ്റ് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് 0.738. അപ്പോൾ ഓരോ റോയിലും കറസ്പോണ്ടിങ് ഹയസ്റ്റ് ലോഡിങ് വാല്യൂസ് നമ്മൾ സെലക്ട് ചെയ്യണം. അത് വെച്ചുകൊണ്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഫസ്റ്റ് ഫാക്ടർ ഈ വാരിയബിളെല്ലാം കൂടുന്ന വാരിയബിളാണ് ഫസ്റ്റ് കസ്റ്റമർ നീഡ്സ് ആൻഡ് വാണ്ട്സ്. ഇതെല്ലാം കൂടി കൂടുന്ന വാരിയബിളാണ് കസ്റ്റമർ നീഡ്സ് ആൻഡ് വാണ്ട്സ് ആണ് ഏറ്റവും ഹയസ്റ്റ് പെർസെൻറ്റേജിൽ വരുന്നത് 29.5%. ദാറ്റ് മീൻസ് വാല്യൂസ് അത് നോക്കിയാൽ കാണാൻ സാധിക്കുക. ഫീൽ ദ ട്രക്സ് നീഡ് ദ കമ്മ്യൂണിറ്റി നീഡ്സ് ആൻഡ് വാണ്ട്സ്. ദെൻ യൂസേജ്. ദെൻ ഈ വാരിയബിൾ എല്ലാം കൂടുന്നതായിരിക്കും ആദ്യത്തെ ഫാക്ടർ. ദാറ്റ് ഇസ് എ കസ്റ്റമർ നീഡ്സ് ആൻഡ് വാണ്ട്സ്. ദെൻ ഇനി ഈ 3 കൂടുന്നതായിരിക്കും അതിൻ്റെ അടുത്ത വേരിയബിൾ. ഈ 4 കൂടുന്നതായിരിക്കും അതിൻ്റെ അടുത്ത ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് വേരിയബിൾ. അത് കോസ്റ്റാണ്. 4 കോസ്റ്റിന് കോസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. ഇനി അടുത്തത് ദ നെക്സ്റ്റ് വൺ കൺവീനിയൻസ് ആണ്. ഈ 3 വേരിയബിളും കൂടി കൂടുന്നതായിരിക്കും അടുത്ത സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരുന്ന ഫാക്ടർ. ഇറ്റ്സ് കൺവീനിയൻസ് 0.9, 0.5, 0.97. ഇനി അടുത്തത് കമ്മ്യൂണിക്കേഷൻ ആണ്. കാരണം ഇറ്റ്സ് എ കമ്മ്യൂണിക്കേഷൻ. ദിസ് ഐ സജസ്റ്റ്, ഐ പ്രിഫർ, ഈ 2 വേരിയബിൾ കൂടുന്നതായിരിക്കും എൻ്റെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ എലമെൻറ്റ്. അപ്പോൾ ഇവിടെ ഏറ്റവും ഈ 6 1 2 3 4 5 ഈ 6 വേരിയബിൾസ് ലൊക്കേറ്റ് ചെയ്യണത് കസ്റ്റമർ നീഡ്സ് ആൻഡ് വാണ്ട്സിനെയാണ്.
1 2 3 4 ഈ 4 വേരിയബിൾസ് ലൊക്കേറ്റ് ചെയ്യണത് കോസ്റ്റിനെയാണ്. ദെൻ 1 2 3 ഈ 3 വേരിയബിൾസ് ലൊക്കേറ്റ് ചെയ്യണത് അതിൻ്റെ എന്താണ് നമ്മളെ സംബന്ധിച്ച കൺവീനിയൻസ് ആണ്. ദെൻ ലാസ്റ്റ് 2 വേരിയബിൾസ് ലൊക്കേറ്റ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ ഫ്രം അതേഴ്സ് ആണ്. ഇതാണ് അതിൻ്റെ റിസൾട്ട്. ഇപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമുക്ക് വളരെ മനോഹരമായിട്ട് എൻ്റെ റിസൾട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. ദിസ് ഇസ് എ ഫൈനൽ റിസൾട്ട്. ഓക്കെ, ദ ഫസ്റ്റ് വേരിയബിൾ ഈസ് കസ്റ്റമർ നീഡ്സ് ആൻഡ് ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഇൻ ദ കസ്റ്റമർ നീഡ്സ് ആൻഡ് വാണ്ട്സ് ആണ്. ബിക്കോസ് 29.57%. ആൻഡ് കോസ്റ്റ് it is 16.107. Then convenience 9.378. Then communication it is 7.47%. അപ്പോൾ ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കൻറ്റ് ഫാക്ടറായിട്ട് വരുന്ന നമ്മുടെ കസ്റ്റമർ നീഡ്സ് ആൻഡ് വാണ്ട്സ് തന്നെയാണ്. സോ ദ കസ്റ്റമർ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഇസ് ദ ഫസ്റ്റ് most significant factor in your the factor analysis. Then after that, cost, convenience and the communication. And these are the variables. These are the variables relating with the customer needs at what 1 2 3 4 5 6 variables are the customer needs and wants, and 1 2 3 4 the 4 variables relate to the cost, 1 2 3 the 3 variables relate to the convenience, and 1 and 2 these 2 variables relate to the communication from the others. These are the factors are adopting your the patent. ഈ ഫാക്ടേഴ്സ് ആണ് എന്ത് നമ്മുടെ കൺസ്യൂമേഴ്സിനെ അഡോപ്റ്റ് ചെയ്യുന്നത്. പേറ്റന്റ് ട്രാക്സ് യൂസ് ചെയ്യാൻ അഡോപ്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ കോസ്റ്റ്, കൺസ്യൂമർ നീഡ്സ് ആൻഡ് വാണ്ട്സ് ആണ്, കസ്റ്റമർ നീഡ്സ് ആൻഡ് വാണ്ട്സിനെ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് സ്വാധീനിക്കുന്ന ഫാക്ടർ. ഓക്കെ, വൺസ് അഗെയിൻ വി ഓൾറെഡി ഫ്രെയിം ദ objective to determine the factors influencing the consumer adopting the patent tracks. ഇതായിരുന്നു നമ്മുടെ ഒബ്ജക്റ്റീവ്സ്. ഈ ഒബ്ജക്റ്റീവ്സ് പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ ലിറ്ററേച്ചേഴ്സ് വായിച്ച് 4 ഫാക്ടറിലേക്ക് നമ്മൾ ലൊക്കേറ്റ് ചെയ്യണം. ഇതാണ് 4 ഫാക്ടറുകൾ ലിറ്ററേച്ചറിൻ്റെ ബേസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണത്. ഇനി ഈ 4 ഫാക്ടേഴ്സ് പ്രൂവ് ചെയ്യാൻ 15 വേരിയബിൾസ് നമ്മൾ ഫ്രെയിം ചെയ്യുന്നുണ്ട്. 15 വേരിയബിൾസ് ഫ്രെയിം ചെയ്യുന്നു. ഈ 15 വേരിയബിൾസ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫാക്ടർ അനാലിസിസ് പെർഫോം ചെയ്യുന്നു. ഫാക്ടർ അനാലിസിസ് പെർഫോം ചെയ്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇങ്ങനെയാണ്. റൊട്ടേറ്റഡ് മെട്രിക്സ് അവസാന റിസൾട്ട് ഈ രൂപത്തിൽ നമ്മൾ ആക്കുന്നു. നമ്മൾ എങ്ങനെ ചെയ്യണം നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ആ വേരിയബിൾ വൈസ് ഹയസ്റ്റ് ലോഡിങ്സ് ആണ്. ഓരോ റോയിലും ഹയസ്റ്റ് ലോഡിങ്സ് നമ്മൾ സെലക്ട് ചെയ്യും. ദെൻ ആ ഫസ്റ്റ് കോളത്തിൽ വരുന്ന എത്ര ഉണ്ട് ഫസ്റ്റ് കോളത്തിൽ, അതായിരിക്കും ഫസ്റ്റ് ഫാക്ടർ. സെക്കൻഡ് കോളത്തിൽ വരുന്നതായിരിക്കും സെക്കൻഡ് ഫാക്ടർ. തേർഡ് കോളത്തിൽ വരുന്നതായിരിക്കും തേർഡ് ഫാക്ടർ. ഫോർത്ത് കോളത്തിൽ വരുന്നതായിരിക്കും ഫോർത്ത് ഫാക്ടർ. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദിസ് ദ റിസൾട്ട്. ദിസ് ദ customer needs and wants is one of the important variable means factor relating with the patent tracks. Patent tracks influence ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് കസ്റ്റമർ നീഡ്സ് ആൻഡ് വാണ്ട്സ് ആണ്. അടുത്തത് കോസ്റ്റ് ആണ്. കോസ്റ്റ് ആണ് അടുത്തായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു എലമെൻറ്റ്. ദെൻ കൺവീനിയൻസ് ആണ് അടുത്തതായിട്ട് സ്വാധീനിക്കുന്നത്. ദെൻ കമ്മ്യൂണിക്കേഷൻ ഫ്രം ദ അതേഴ്സ്. ദീസ് ആർ ദ 4 ഫാക്ടർ. ഈ 4 ഫാക്ടേഴ്സ് കറക്റ്റ്ലി 15 വേരിയബിൾ നമ്മൾ ഫ്യൂർ ഡയമെൻഷനിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ 4 ഫാക്ടർ തന്നെയാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ സ്റ്റഡീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് കസ്റ്റമർ നീഡ്സ് ആൻഡ് വാണ്ട്സ് ആണ്. ദാറ്റ് മീൻസ് 29.57%. ഓക്കെ, താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മീ.